ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ രണ്ട് ഡെക്കിൽ നിന്ന് രണ്ടേശ ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രൂപ്പ് നമ്പർ 1 ആണ്, ഇത് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. ഇത് ഗ്രൂപ്പ് നമ്പർ 1കാരുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇത് എന്താണ് അവരെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് ഗ്രൂപ്പ് നമ്പർ 2കാരുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ, ഇത് അവരെന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്, അതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ രണ്ട് വ്യക്തികളോ രണ്ട് സാഹചര്യങ്ങളോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അവയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു എനർജിയിലായിരിക്കണം നിങ്ങളിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങളായിരിക്കാം. ഫാമിലിയോ റിലേഷൻഷിപ്പോ അങ്ങനെ അതാവാം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ഉണ്ടായിരിക്കാം റിലേഷൻഷിപ്പായിട്ട്, അല്ലെങ്കിൽ രണ്ട് സാഹചര്യങ്ങൾ ആയിരിക്കാം. എന്താണ് നിങ്ങളിപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് അൺഅവൈലബിൾ. അതായത് ഇവിടെ ഒരാളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാള് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് അവൈലബിൾ അല്ലാത്ത, ലഭ്യമല്ലാത്ത, അല്ലെങ്കിൽ അവരുടെ സമയം നൽകാൻ തയ്യാറല്ലാത്ത ഒരാളുടെ പിന്നാലെയാണ് നിങ്ങളിവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദിച്ചപ്പോൾ രണ്ട് വ്യക്തികളോ രണ്ട് സാഹചര്യങ്ങളിലോ പെട്ട് ബാലൻസിന് ബുദ്ധിമുട്ടുന്ന ഒരു എനർജി. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൈലബിൾ അല്ലാത്ത ഒരാളുടെ പുറകിലെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന്റെ പിന്നാലെയാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സമയം വെറുതെ വേറെ ഒരു ഉപകാരമില്ലാത്ത ഒരാളുടെ ആളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ കിട്ടുന്ന മെസ്സേജ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ എന്താണ്, അതിന്റെ എന്താണ് അവരെ റിലേഷൻഷിപ്പിൽ അവരെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പുകാരുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കാം. മജീഷ്യൻ എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വ്യക്തിയെ ലഭിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സംഭവങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരാളെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു പ്രവൃത്തിയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നുണ്ടായിരിക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഗെറ്റിംഗ് ഹേർട്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്നിലധികം വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിയാണ് ഒരു വ്യക്തിയെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ട്. ഈ വ്യക്തി നിങ്ങളെ എങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കും എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളിവിടെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെയും പൂർണ്ണമായും വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേറ്റ മുറിവുകൾ തന്നെയാണ് ഇതിന് കാരണം. എല്ലാ റിലേഷൻഷിപ്പിലും ഒരു റിസ്ക് ഉണ്ട്, ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്.
ചിലർക്ക് ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു റിവാർഡ് ലഭിക്കും. ചിലർക്ക് അത് വിചാരിച്ച പോലെ കിട്ടില്ല. 1-2 റിലേഷൻഷിപ്പിൽ കൂടെ കടന്നു പോയാലും ഇതേ സെയിം അവസ്ഥ തന്നെയായിരിക്കും വരാം. പക്ഷേ അത് വിചാരിച്ച് എല്ലാവരും ഒരേപോലെയാണെന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. അപ്പോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാൾ പറയുന്നുണ്ടായിരിക്കും, ഓരോ കാര്യത്തിലും നിങ്ങൾ ഇറങ്ങിത്തിരിക്കണേട്ട് മുന്നേ തന്നെ പറയുന്നുണ്ടായിരിക്കും ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ വോയിസ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ലഭിക്കും. ഏത് റിലേഷൻഷിപ്പിൽ ഇറങ്ങണം, ഏത് ആളെ വിശ്വസിക്കണം എന്നുള്ളതിനെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണ ലഭിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. കുറച്ചും കൂടി ടൈം ഇവിടെ കൂടിപ്പോയി, സോറി. താങ്ക് യു ഡിയേഴ്സ്.